കഥകൾ നമ്മളെ ചിരിപ്പിക്കും, ചിലത് കരയിപ്പിക്കും. എന്നാൽ ചില കഥകൾ അവസാനിച്ചാലും മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല. അത്തരത്തിലുള്ള ഒരു മനോഹരമായ ചൈനീസ് ഡ്രാമയാണ് നെവർ എൻഡിങ് സമ്മർ. സൗഹൃദവും പ്രണയവും സ്വപ്നങ്ങളും ജീവിതത്തിലെ അപ്രതീക്ഷിത വഴിത്തിരിവുകളും നിറഞ്ഞ ഈ കഥ നമുക്ക് ഒരുപാട് വികാരങ്ങൾ സമ്മാനിക്കും. അപ്പോൾ ഇനി സമയം കളയാതെ ആദ്യ എപ്പിസോഡിലേക്ക് കടക്കാം. 2026 ഷോവാൻ താൻ പഠിച്ച പഴയ സ്കൂളിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ്. അതോടെ അവൾ മറക്കാൻ ആഗ്രഹിച്ചിരുന്ന ലൂഷീഷിയാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടും അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അവൾ തിരിഞ്ഞു നോക്കിയാൽ താൻ കൂടെ ഉണ്ടാകും എന്ന് പണ്ടവൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും അവൾക്ക് കേൾക്കാം. താൻ അവനെ ഇത്രയധികം വേദനിപ്പിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ 10 വർഷം മുമ്പ് അവൻ തന്നെ സ്നേഹിക്കുമായിരുന്നു എന്ന് അവൾ ഓർത്തു പോവുകയാണ്. അവരുടെ പ്രണയത്തിൻ്റെ തുടക്കം 2016 ഒരു ചൂടുള്ള വേനൽക്കാലത്തായിരുന്നു. സ്കൂൾ അസംബ്ലിയിൽ വെച്ചാണ് എല്ലാം തുടങ്ങുന്നത്. അന്ന് പരീക്ഷയെക്കുറിച്ചുള്ള സത്യപ്രതിജ്ഞ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഷോവാൻ. പെട്ടെന്നാണ് സെക്യൂരിറ്റിക്കാരുടെ കണ്ണു വെട്ടിച്ച് ലൂഷീഷിയാവ് ഓടി വരുന്നത്. ഓടുന്നതിനിടയിൽ അബദ്ധത്തിൽ അവനൊരു വാട്ടർ പൈപ്പിൽ തട്ടുന്നുണ്ട്. വെള്ളം മുഴുവൻ വിദ്യാർത്ഥികളുടെ മേലിലേക്ക് ചീറ്റി തെറിക്കുന്നുകൊണ്ട് അതൊരു രസകരമായ കാഴ്ചയായിരുന്നു. എല്ലാവരും ബഹളമുണ്ടാക്കുമ്പോൾ ടീച്ചർ വെള്ളം നിർത്താനായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇതൊന്നും വകവയ്ക്കാതെ ലൂഷീഷിയാവ് നേരെ ചെന്ന് ഷോവാൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങി വളരെ കൂളായി എല്ലാവരോടും ഒരു സോറിയും പറയുന്നുണ്ട്. അങ്ങനെയായിരുന്നു അവരുടെ തുടക്കം. ആ സംഭവത്തിന് ശേഷം ലൂഷീഷിയാവിനെയും അവൻ്റെ സുഹൃത്ത് ജിയാങ് ഫാനിനെയും നേരെ കൊണ്ടുപോയത് ടീച്ചറിൻ്റെ റൂമിലേക്കാണ്. ലൂഷീഷിയാവിനെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞ സാറ് അവൻ്റെ ബൈക്കിൻ്റെ താക്കോൽ പിടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് സിറ്റിയിൽ നടക്കുന്ന മോക്ക് എക്സാമിൽ ആദ്യത്തെ 1000 റാങ്കിനിൽ വന്നാൽ മാത്രമേ താക്കോൽ തിരികെ തരുള്ളൂ എന്ന്. അതേസമയം കോളേജ് അഡ്മിഷൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് ഷോവാനും അവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിക്കാൻ സാറ് ഷോവാനോട് പറഞ്ഞെങ്കിലും വയസ്സായ മുത്തശ്ശിയെ നോക്കാൻ താൻ നാട്ടിൽ തന്നെ നിൽക്കണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. പാവപ്പെട്ടവളാണെന്നറിഞ്ഞാൽ സ്കോളർഷിപ്പ് കിട്ടില്ലാത്തത് കൊണ്ട് തന്നെ താൻ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്നാണെന്ന് അവൾ എല്ലാവരെയും വിശ്വസിപ്പിച്ചിരുന്നു. പക്ഷെ സത്യം അതായിരുന്നില്ല. അച്ഛൻ നേരത്തെ മരിച്ചുപോയിരുന്നു. അമ്മ അവൾ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മുത്തശ്ശിയെ നോക്കാനുള്ള ഉത്തരവാദിത്തം അവൾക്ക് മാത്രമാണ്. അവരുടെ ചെലവുകൾക്ക് പണം കണ്ടെത്താനായിട്ട് ആരും അറിയാതെ ഷോവാൻ പല ചെറിയ ജോലികളും ചെയ്യുകയും പഠിക്കാൻ സഹായിക്കുന്ന നോട്ട്സ് മിസ്റ്റർ ബ്രോ എന്ന പേരിൽ രഹസ്യമായി വിൽക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പാർട്ട് ടൈം ജോബ് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്ന സമയത്താണ് ഒരു ദിവസം അവളാണെങ്കിൽ ലൂഷീഷിയാങ്ങിനെയും അവൻ്റെ ഒരു ഫ്രണ്ടിനെയും ഒരിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നത്. എന്നാൽ അവരെ കണ്ടെങ്കിലും അങ്ങനെ കണ്ട ഭാവം നടിക്കുന്നില്ല. അവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേസമയം തന്നെ ലൂഷീഷിയാങ്ങിൻ്റെ അടുത്ത് അവൻ്റെ ഫ്രണ്ട് അല്ല ഇത് നമ്മുടെ കൂടെ പഠിക്കുന്ന മറ്റേ പെങ്കൊച്ചല്ലേ അവളെന്ത് ഈ ഡ്രസ്സിലൊക്കെ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഷോവാനാണെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എത്തുന്ന ടൈമിൽ അവൾ ഇട്ടേക്കുന്ന ഒരു കോട്ടെല്ലാം മാറ്റിയിട്ട് വേറെയാണ് ഇടുന്നത്. ഒരു പക്ഷേ അവൾ ജോബ് ചെയ്യുന്നുണ്ടെന്നൊക്കെ മുത്തശ്ശി അറിയാതിരിക്കാൻ തന്നെയൊക്കെ ആയിരിക്കണം. അതുമാത്രമല്ല അന്ന് അവളുടെ മുത്തശ്ശിയുടെ പിറന്നാളുമായിരുന്നു. മുത്തശ്ശിയുടെ പിറന്നാൾ ദിവസത്തിൽ കൂട്ടുകാരനായ ജിയാങ്യാനും ഒപ്പം ചേർന്ന് അവൾ ഒരു ആഘോഷമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തൻ്റെ രഹസ്യങ്ങളൊന്നും ആരും അറിയരുത് എന്നൊരാഗ്രഹവും ഷോവാന് നല്ലതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം ലൂഷീഷിയാവിനെ കാണിക്കുവാണെങ്കിൽ തൻ്റെ ബൈക്കിൻ്റെ ആ ഒരു കീ എങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ള ചിന്തയിലായിരുന്നു അവൻ അങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് അവൻ്റെ സുഹൃത്തായിട്ടുള്ള ജിയാങ് ഫാൻ ഒരു കാര്യം പറയുന്നത്. മിസ്റ്റർ ബ്രോ എന്നൊരാളുടെ നോട്ട്സ് ഉപയോഗിച്ചാണ് താൻ മാത്സ് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയതെന്നും അവിടുത്തെ ഒരു കടയിൽ നിന്ന് ഇംഗ്ലീഷ് കോർണർ എന്ന മാഗസീൻ വഴി രഹസ്യമായിട്ടാണ് ഈ നോട്ട്സ് കിട്ടിയതെന്നും അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷിഷിയാങ്ങിന് അവൻ്റെ ഫ്രണ്ടിൻ്റെ ആയിട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ അവൻ ഉടനെ തന്നെ ഒരു മിസ്റ്റർ ബ്രോയ്ക്ക് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. അതേസമയം നൈറ്റ് ടൈമിൽ ഷോവാനെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോൾ അവളുടെ ഫ്രണ്ട് ജിയാങ്യാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല അവളാണെങ്കിൽ പാർട്ട് ടൈം ജോബായിട്ട് ഒരു ട്യൂട്ടോറിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം നോക്കിയിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ അതിന് സമ്മതിച്ചു. സോ അവൾക്കിപ്പോൾ ഒരു ജോബ് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചും അവളുടെ ഫ്രണ്ടിനോട് അവൻ പറയുന്നുണ്ട്. അതിനുശേഷം ലൂഷീഷി അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ കിടക്കുന്ന ടൈമിന് അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കീ ചെയിൻ എടുക്കുന്നുണ്ട്. ഈ കീ ചെയിൻ എന്ന് പറയുന്നത് ഇന്ന് രാവിലെ തന്നെ പാർട്ട് ടൈമൊക്കെ ജോബൊക്കെ നോക്കിയിട്ട് ഷോവാൻ നടക്കുന്ന ടൈമിന് ഇവർ മീറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീറ്റ് ചെയ്ത് എങ്ങനെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഷോവാൻ്റെ സൈക്കിൾ വന്ന് ഇവനെ തട്ടിയിട്ട് സൈക്കിൾ വന്ന് താഴേക്ക് വീണ് ആ ഒരു രീതിയിലായിരുന്നു അവർ മീറ്റ് ചെയ്തത്. ആ ടൈമിന് അവളുടെ കീ ചെയിൻ താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. അതിവനെ എടുത്ത് വെക്കുകയും ചെയ്തായിരുന്നു. ആ ഒരു കീ ചെയിനാണ് അവനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേ ടൈമിൽ തന്നെ മിസ്റ്റർ ബോയ്ക്ക് അവനാണെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചെങ്കിലും ഇവൻ്റെ സ്വഭാവം അറിയാന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മിസ്റ്റർ ബോ ആയിട്ടുള്ള ഷോവാനാണെങ്കിൽ ഇവന് നോട്ട് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മെസ്സേജ് അവനിപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഈ മിസ്റ്റർ ബോ നോർമലി ഏത് വഴിയാണ് ഈ ഒരു നോട്ടൊക്കെ കൊടുക്കുന്നത് ആ ഒരു കടയിലേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് പറയുന്നുണ്ട്. പിന്നെ ലൂഷീഷിയാവ് നേരെ ആ ഒരു സ്റ്റേഷനറി കടയിലേക്ക് പോയെങ്കിലും അവിടെ ആ ഒരു മാഗസീൻ കിട്ടാനില്ലായിരുന്നു. കടയുടമ അവനെ ചീത്ത വിളിച്ച് ഓടിക്കുകയും ചെയ്തു. വേറെ വഴിയില്ലാതെ ലൂഷീഷിയാവ് മിസ്റ്റർ ബ്രോയുടെ പ്രൊഫൈൽ പിക്ചർ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അതിൽ ഇവരുടെ തന്നെ ക്യാമ്പസിലെ ഒരു പ്രത്യേക മരത്തിൻ്റെ ചിത്രമുണ്ടായിരുന്നു. വൈകുന്നേരം സെൽഫ് സ്റ്റഡി കഴിഞ്ഞ് ലൂഷീഷിയാവും ജിയാങ് ഫാനും കൂടി ആ മരം തിരങ്ങി നടക്കുന്നുണ്ട്. ഒടുവിൽ സ്കൂളിൻ്റെ ഒരു സ്റ്റോർ റൂമിൽ ഉറങ്ങിക്കിടക്കുന്ന ഷോവാനെ ലൂഷീഷിയാവ് കണ്ടുപിടിക്കുന്നുണ്ട്. ഷോവാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ലൂഷീഷിയാവോ അവളുടെ നോട്ട്ബുക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അത് കാണുമ്പോഴത്തേക്കും അവളൊന്നും ഞെട്ടുന്നുണ്ട്. അതേസമയം അവളുടെ പേരിൻ്റെ അർത്ഥം
അർത്ഥം വെച്ചിട്ട് ലൂഷീഷ്യാവ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് അവളാണ് ആ ഒരു മിസ്റ്റർ ബ്രോ എന്ന്. അതുകൊണ്ട് തന്നെ നോട്ട്ബുക്ക് തിരിച്ച് ചോദിച്ചപ്പോൾ അവൾക്ക് അത് തിരിച്ചു നൽകണമെങ്കിൽ തനിക്ക് ആവശ്യമുള്ള നോട്ടുകൾ തരണമെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേക്കും സ്കൂൾ ഡയറക്ടർ അങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും കൂടി ഒരു ചെറിയ സ്ഥലത്ത് മറഞ്ഞിരിക്കേണ്ടി വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡയറക്ടറും ജിയാങ് ഫാനും അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കുരുത്തക്കേടുകൾ ചെയ്യുന്ന ഒരാൾക്ക് താൻ നോട്ടുകൾ തരില്ല എന്ന് ഷോവാൻ തീർത്ത് പറയുന്നുണ്ട്. ഏട് കാണിക്കുന്നത് അടുത്ത ദിവസം ഇവർക്കൊരു മാത്സ് എക്സാം നടക്കുന്നതാണ്. അതിൽ ലൂഷീഷ്യാന് നല്ല മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതേ ടൈമിന് തന്നെ ഷോവാനാണെങ്കിൽ അവളുടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് അവളുടെ ആ ഒരു കളഞ്ഞു പോയ കീച്ചൻ, ഇപ്പോൾ ലൂഷീഷ്യാൻ്റെ കയ്യിലുള്ള ആ ഒരു കീച്ചൻ അത് എവിടെയാണെന്ന് ഇങ്ങനെ നോക്കുന്ന ടൈമിന് തന്നെ അതുവഴി ലൂഷീഷ്യൻ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ആക്ഷൻ വഴി ആ ഒരു കീച്ചൻ അവൻ്റെ കയ്യിലുണ്ടെന്ന് അവളെ കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ ലൂഷീഷ്യാങ്ങിന് അന്ന് നടന്ന ഒരു എക്സാമിൽ നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ സംശയം തോന്നുന്ന ടീച്ചർ അവനെ പിടിച്ചു നിർത്തി അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. ആ സമയം അവൻ താനൊരു പ്രൈവറ്റ് ട്യൂഷൻ ടീച്ചറിനെ വെച്ച് പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഒപ്പിച്ചു വയ്ക്കുന്നുണ്ട്. അതേസമയം തന്നെ സ്റ്റാഫ് റൂമിലേക്ക് ഷോവാനും വരുന്നുണ്ടായിരുന്നു. അവൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ലൂഷീഷ്യാവ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് തനിക്ക് ഒരു നോട്ട്സ് വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിക്കുന്നുണ്ട്. അവളുടെ ഐഡന്റിറ്റി അവൻ പുറത്തേക്ക് പറയാനും ചാൻസ് ഉണ്ട് എന്ന് അവൾക്ക് അറിയാന്നുള്ളതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾ സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ അതിന് പകരമായിട്ട് ഇരട്ടി പൈസ അവൾ കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അന്ന് വൈകുന്നേരം ഷോവാന്റെ അച്ഛന്റെ പഴയ കടങ്ങളെല്ലാം തന്നെ പിരിക്കാൻ വന്ന ലൂഹെ എന്നൊരു ഗുണ്ട ഷോവാനെ ഭീഷണിപ്പെടുത്തുന്നതാണ്. അവൾ പാർട്ട് ടൈം ജോലിക്ക് പോകുന്ന കാര്യം അവളുടെ മുത്തശ്ശീനെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് അവൾ അത് ഓർത്ത് പേടിച്ചു പോകുന്നുണ്ട്. കൊടുത്തു തീർക്കാനുള്ള പണമെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അവൾ അയാളെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുന്നുണ്ട്. പിന്നീട് അവൾ വീട്ടിലേക്ക് വൈകി ചെല്ലുന്നതുകൊണ്ട് തന്നെ എത്തുന്ന സമയത്ത് മുത്തശ്ശി എന്താണ് വൈകി എത്തിയെന്നെല്ലാം തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്. ജിയാങ് യാൻ്റെ കയ്യിൽ നോട്ട്സ് കൊടുത്ത് വരികയായിരുന്നു, അതുകൊണ്ടാണ് താൻ വൈകിയതെന്ന് അവൾ നുണ പറയുന്നുണ്ട്. അതിനുശേഷം ലൂഷീഷ്യാവിനെ കാണിക്കുകയാണെങ്കിൽ ഷോവാൻ കൊടുത്ത ആ ഒരു നോട്ട് വെച്ച് അപ്പം മുതൽ അവൻ നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. സാർ അവനോട് ആവശ്യപ്പെട്ടതുപോലെ തന്നെ നടന്ന പരീക്ഷയിൽ ആദ്യത്തെ 1000 റാങ്ക് നിലയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചർ പറഞ്ഞ വാക്ക് പാലിച്ച് അവൻ്റെ ഒരു ബൈക്കിൻ്റെ താക്കോൽ അവന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിൽ തന്നെ ഷോവാൻ വന്നിട്ട് ലൂഷീഷ്യാങ്ങിൻ്റെ അടുത്തുനിന്ന് അവളുടെ ഒരു കീ ചെയിൻ തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ ഷോവാൻ്റെ മുത്തശ്ശിക്ക് വയ്യാതാവുകയും മുത്തശ്ശീനെ കൊണ്ട് അവൾ ആശുപത്രിയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയുടെ ഷുഗർ ലെവൽ വല്ലാണ്ട് കൂടിയിട്ടുണ്ടെന്ന് ഡോക്ടർ അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഡോക്ടർ മുത്തശ്ശിയുടെ അസുഖത്തിന് ഒരു പുതിയ മരുന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. അത് അല്പം ചിലവേറിയതാണ്, മാസം 3000 യുവാൻ വീതം വരും. പക്ഷേ മുത്തശ്ശിയുടെ ആരോഗ്യം പ്രധാനമായതുകൊണ്ട് തന്നെ ആ ഒരു പണം എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കൊള്ളാമെന്ന് ഷോവാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അവളങ്ങനെ പുറത്തിരിക്കുന്ന സമയത്ത് അവളുടെ അമ്മേനെ ഫോൺ ചെയ്ത് ക്യാഷ് ചോദിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിനാണ് അവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നത്. കുഞ്ഞായിരുന്ന സമയത്താണ് അവളുടെ അമ്മ അവളെ വിട്ടിട്ട് പോകുന്ന സമയത്ത് അവൾ കരഞ്ഞു പറയുന്നുണ്ട്, എന്നെ വിട്ടിട്ട് പോവല്ലേ അമ്മ, ആ ഒരു സ്നാക്സ് ഞാൻ എന്നെ ഒരിക്കലും കഴിക്കത്തില്ല. അമ്മ പറയുന്ന പോലെ നല്ല കുട്ടിയായിട്ട് ഞാൻ ഇരുന്നോളാം, അച്ഛനും എന്നെ ഇട്ടിട്ട് പോയി, ഇപ്പം അമ്മ എന്നെ ഇട്ടിട്ട് പോവുകയാണെന്നൊക്കെ ഇനി ചോദിച്ചിട്ട് അവൾ കരയുന്നുണ്ട്. അതൊക്കെ ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും അവളുടെ അമ്മേനെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നാൽ അവളുടെ അമ്മ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവൾക്ക് വരാനിരുന്ന പരീക്ഷണങ്ങൾ അതുകൊണ്ടൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്ന ഒരു വീട്ടിൽ നിന്ന് അവളൊരു കോളേജ് വിദ്യാർത്ഥിനിയല്ല, വെറും ഒരു ഹൈസ്കൂൾ കുട്ടിയാണെന്നുള്ള കാര്യം ആ ഒരു വീട്ടുകാർ മനസ്സിലാക്കുന്നു. അവൾ നുണ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളോട് വളരെ മാന്യമായി തന്നെ ട്യൂഷൻ നിർത്താനായിട്ട് പറയുകയും സ്വന്തം പഠനത്തിൽ ശ്രദ്ധിക്കാനായി പറഞ്ഞ് അവൾ ഉപദേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉണ്ടായിരുന്നൊരു വരുമാന മാർഗം കൂടി അവൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഷോവാൻ ഇപ്പോൾ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു ജോലി പോയതുകൊണ്ട് തന്നെ ട്യൂഷൻ എങ്ങാനും എടുക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നിങ്ങനെ നോക്കി നടക്കുന്ന സമയത്താണ് അവളൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. പണ്ട് തന്നെ ഉപേക്ഷിച്ചു പോയ തൻ്റെ അമ്മ ഇപ്പോൾ ഗുയോ ഷിയാങ്ലിങ് എന്ന പേരിൽ വളരെ ആഡംബരത്തോടെ ജീവിക്കുന്നു. അത് മാത്രമല്ല ലൂഷീഷ്യാവിനോട് വളരെ അടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന രീതിയിലും സംസാരിക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട്. അവളുടെ അമ്മ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവൾ ലൂഷീഷ്യാവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഷോവാൻ നേരിട്ട് തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധമെന്ന്. അതൊരിക്കലും തൻ്റെ അമ്മയല്ല എന്ന് ഷോവാൻ്റെ അടുത്ത് ലൂഷീഷ്യാവ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. പറഞ്ഞ് അവൻ നടന്നു പോകാനേ തുടങ്ങുമ്പോൾ അവൾ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട്, നീ എബ്രോഡ് പോകാനേ നോക്കുവാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് നിനക്കത് എങ്ങനെ അറിയാം എന്ന് അവൻ ചോദിക്കുന്ന സമയത്ത്, തിങ്കളാഴ്ച നീ ക്ലാസ് കഴിഞ്ഞ ശേഷം പഴയ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അങ്ങോട്ടേക്ക് വരണം, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. പണ്ട് വളരെ ചെറുപ്പമായിരുന്നപ്പോൾ ഷോവാൻ തെരുവിൽ നിന്ന് കരഞ്ഞുകൊണ്ട് അവളുടെ അമ്മയോട് കെഞ്ചി ചോദിക്കുന്നുണ്ട്, തന്നെ വിട്ട് പോകുന്നത് എന്തിനാണ്, താനൊരു ചീത്തക്കുട്ടി ആയതുകൊണ്ടാണ് എന്നെയും അച്ഛനും ഉപേക്ഷിച്ച് പോകുന്നതെന്ന്. എന്നാൽ അതൊന്നും കേട്ടിട്ട് അവളുടെ അമ്മയുടെ മനസ്സ് അലിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ അമ്മയ്ക്ക് സുഖ സൗകര്യങ്ങൾ നിറഞ്ഞൊരു ജീവിതമായിരുന്നു വേണ്ടത്. അതുകൊണ്ട് തന്നെ ഷോവാന് നല്ല ഉടുപ്പും പലഹാരങ്ങളും എല്ലാം തന്നെ വാങ്ങിത്തരാം എന്നൊക്കെ വെറുതെ വാക്കുകൊടുത്തിട്ട് അവളുടെ അമ്മ ഷോവാനെ മുത്തശ്ശിയുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് എന്നേക്കുമായി ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഷോവാന്റെ മനസ്സിൽ അതൊരു വലിയ മുറിവായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര വില കൂടിയ മരുന്നായാലും അവൾ വാങ്ങാനായിട്ട് തയ്യാറാവുന്നത്. മുത്തശ്ശീനെ കൂടെ വിട്ടുകൊടുക്കാനായിട്ട് അവൾ ഒട്ടും തന്നെ തയ്യാറായിരുന്നില്ല. അവൾ മരിച്ചുപോയ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിലേക്ക് കണ്ണീരോടെ ചെന്നിരുന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങുകയാണെന്ന്.
അതേസമയം മറ്റൊരു സ്ഥലത്ത് ലൂഷീഷ്യാവ് കുറച്ച് തിരക്കിലായിരുന്നു. മാർക്കറ്റിൽ മീൻ വിൽക്കുന്ന യു എന്ന് പറഞ്ഞ ഒരാൾ തൻ്റെ കട മാറ്റി സ്ഥാപിക്കാൻ നോക്കുകയായിരുന്നു. അടുത്തുള്ള ഗ്രിൽഡ് ഫിഷ് കടയിൽ നിന്നുള്ള പുകയും മറ്റും വരുന്നത് കാരണം മീനുകൾക്കെല്ലാം ബുദ്ധിമുട്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ലൂഷീഷ്യാവിന് മീനുകൾ നശിച്ചു പോകുമെന്ന് കണ്ടപ്പോൾ സങ്കടം തോന്നി. അവൻ ഉടനെ തന്നെ അവൻ്റെ സുഹൃത്തായ പിങ്കിനോട് പറഞ്ഞു ഡോഗിയുടെ ഒരു പെറ്റ് ഹൗസ് കടം വാങ്ങി ആ മീനുകൾ അതിലേക്ക് മാറ്റാൻ. ഡോഗി ഇതിനെ എതിർക്കുമെന്നും മീനുകളുടെ സ്വത്തവകാശത്തെക്കുറിച്ച് അവൻ വാദിക്കുമെന്നും പിങ്ക് കളിയാക്കി പറഞ്ഞെങ്കിലും ലൂഷീഷ്യാവ് അതൊന്നും കാര്യമാക്കിയില്ല. അവൻ ആ ഒരു മീനുകളെ അതുമായി ബന്ധപ്പെട്ട അക്വാട്ടിക് ചെടികളെയും എല്ലാം തന്നെ വാങ്ങി സുരക്ഷിതമാക്കി. അതിനുശേഷം കാണിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂൾ ഗേറ്റിൽ വെച്ച് ലൂഷീഷ്യാവ് ഷോവാൻ അവനോട് അന്ന് രാത്രി സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ വെച്ച് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഷോവാനോട് പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയും നമുക്ക് നൈറ്റ് മീറ്റ് ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അന്ന് നൈറ്റ് അവർ രണ്ടുപേരും അവിടെയുള്ളൊരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഷോവാൻ ഒരു ഡീൽ മുന്നോട്ട് വെച്ചു. അവൻ ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നത് അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് വിദേശത്ത് പോകാനുള്ള പ്ലാനിന് വേണ്ടിയിട്ട് സഹായിക്കാൻ താൻ ട്യൂഷൻ നൽകാമെന്നും പകരം അവൾക്ക് കുറച്ച് പണം തരണമെന്നും അവൾ ആവശ്യപ്പെട്ടു. പക്ഷേ ഇത് കേട്ട ഉടനെ തന്നെ ലൂഷീഷ്യാവ് അവൾ പറഞ്ഞ കാര്യം സീരിയസ് ആക്കി എടുക്കാതെ അവളെ കളിയാക്കി അങ്ങ് തള്ളിക്കളഞ്ഞു. അതേസമയം തന്നെ അവളുടെ അമ്മയും ലൂഷീഷ്യാങ്ങും തമ്മിൽ എന്താണ് ബന്ധമെന്ന് കണ്ടുപിടിക്കണമെന്ന് അവൾക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ആരും കാണാതെ ടീച്ചറിൻ്റെ ഓഫീസിൽ അവൾ ഒളിച്ചു കയറുന്നുണ്ട്. അവിടെയുള്ള രേഖകൾ പരിശോധിച്ചപ്പോൾ തന്നെ അവൾക്ക് സത്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ലൂഷീഷ്യാവിൻ്റെ എമർജൻസി കോൺടാക്ട് ഫോമിൽ അവൻ്റെ രക്ഷകർത്താവ് എഴുതി വെച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ഇപ്പോൾ ഗുയോ ഷിയാലിംഗ് എന്ന പേരിൽ താമസിച്ചിരിക്കുന്ന ഷോവാൻ്റെ അമ്മയാണ്. തൻ്റെ അമ്മ തന്നെ ഉപേക്ഷിച്ചത് ഈ ഒരു വലിയ പണക്കാരൻ്റെ കുടുംബത്തിൽ ചേക്കേറാനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഷോവാൻ്റെ ഉള്ളിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകുന്നുണ്ട്. അവൾ മനസ്സിൽ ചെയ്ത പ്ലാൻ ഇതായിരുന്നു. ലൂഷീഷ്യാവിൻ്റെ ഇംഗ്ലീഷ് ടീച്ചറാണെന്നും ക്ലാസ് ടീച്ചറിൻ്റെ അസിസ്റ്റൻ്റ് ആണെന്നും അഭിനയിച്ച് അവൾ നേരിട്ട് ഗുയോ ഷിയാലിങ്ങിനെ, അതായത് അവളുടെ അമ്മേനെ ഫോൺ ചെയ്യുന്നുണ്ട്. സ്കൂളിൽ നടക്കുന്ന പാരന്റ് ടീച്ചർ മീറ്റിങ്ങിന് എന്തുകൊണ്ട് ആരും വന്നില്ല എന്ന് അവൾ വളരെ മാന്യമായി തന്നെ ചോദിക്കുന്നു. തൻ്റെ നമ്പർ സ്കൂളിൽ എങ്ങനെ കിട്ടിയെന്ന് ഗുയോ ഷിയാലിംഗ് സംശയത്തോടെ ചോദിച്ചപ്പോൾ ലൂഷീഷ്യാവിൻ്റെ എമർജൻസി കോൺടാക്ട് ഫയലിൽ നിന്നാണ് കിട്ടിയതെന്ന് ഷോവാൻ വളരെ കൂളായി കള്ളം പറഞ്ഞു. ലൂഷീഷ്യാവിൻ്റെ കോളേജ് അഡ്മിഷനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഈ മാസം 25-ന് നടക്കുന്ന മീറ്റിങ്ങിന് വരാൻ അവൾ അവളുടെ അമ്മേനെ നിർബന്ധിച്ചു. ലൂഷീഷ്യാവിനെ താൻ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്നും അവൾ ഉറപ്പ് നൽകി. പിന്നീട് ഒരു ദിവസം ട്യൂഷന് അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ അവനെ അന്വേഷിച്ച് പുറത്തിറങ്ങി. ഒടുവിൽ സ്കൂളിലെ വൈകുന്നേരത്തെ പഠനം മുടക്കി ഒരു ബൈക്ക് റിപ്പയർ ഷോപ്പിലിരുന്ന് ഗെയിം കളിക്കുന്ന ലൂഷീഷ്യാവിനെ അവൾ കണ്ടുപിടിച്ചു. അപ്പോൾ അവൾ അവനൊരു ചലഞ്ച് കൊടുത്തു. ആർക്കേഡ് ഗെയിമിൽ 5 തവണ കളിക്കാം, അതിൽ ഒരു തവണയെങ്കിലും താൻ ജയിച്ചാൽ അവൻ ട്യൂഷൻ പഠിക്കാൻ സമ്മതിക്കണം എന്നതായിരുന്നു കണ്ടീഷൻ. തൻ്റെ സ്കോർ റെക്കോർഡ് വെച്ച് അവൻ വളരെ കോൺഫിഡൻ്റായി അത് സമ്മതിച്ചു. പക്ഷേ അവസാന റൗണ്ടിൽ ഷോവാൻ തൻ്റെ കളിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി അവനെ ഞെട്ടിച്ചുകൊണ്ട് ജയിച്ചു. വാക്ക് പാലിക്കാൻ നിർബന്ധിതനായതുകൊണ്ട് തന്നെ ലൂഷീഷ്യ അവനെ സമ്മതിക്കേണ്ടി വരുന്നു. അന്ന് വീട്ടിൽ ചെന്നപ്പോൾ പഴയൊരു ഫോട്ടോയിലേക്ക് നോക്കി ഷോവാൻ അമ്മയെക്കുറിച്ച് പിറുപിറുക്കുന്നത് മുത്തശ്ശി കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന മുത്തശ്ശിക്ക് ഷോവാൻ്റെ കാര്യം ഓർത്ത് പേടിയാവുന്നുണ്ട്. എന്നാൽ അതൊരു മുത്തശ്ശി കണ്ട സ്വപ്നമായിരിക്കുമെന്നും അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷോവാനാണെങ്കിൽ തള്ളിക്കളയുന്നുണ്ട്. മുത്തശ്ശിക്ക് കൃത്യമായിട്ടുള്ള മരുന്നും കഴിക്കാനായി നൽകിയ ശേഷം അവൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ലൂഷീഷ്യാവുമായിട്ട് വെച്ച ഡീലിൽ അവൾ ജയിക്കുകയും അവൻ അതിന് പകരമായിട്ട് പഠിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ഗൈഡുകളും ഒരു ചെറിയ ഫാനുമൊക്കെ എടുത്തിട്ട് പഠിക്കാനായിട്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ ചെന്ന് ലൂഷീഷ്യാവിനെയും കാത്ത് അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. ലൂഷീഷ്യാവ് ഓടിക്കതച്ച് കൃത്യസമയത്ത് തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുമുണ്ടായിരുന്നു. അവൾ വളരെ ക്ഷമയോടെ പിന്നീട് അവൻ്റെ പഠനത്തിലെ പോരായ്മകൾ, പ്രത്യേകിച്ച് വായനയിലും മറ്റുമുള്ള ബുദ്ധിമുട്ടുകൾ ഓരോന്നായി പറഞ്ഞു കൊടുത്തു. എന്തിനാണ് വിദേശത്തേക്ക് പോകാൻ ഇത്ര തിടുക്കം എന്ന് അവളോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായി തൻ്റെ കുടുംബത്തിൻ്റെ അമിതമായ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം എന്ന് അവൻ സത്യം തുറന്നു പറഞ്ഞു. അങ്ങനെ അവർക്കിടയിലുള്ള ഒരു സംസാരം മുന്നോട്ട് പോകുന്നതനുസരിച്ച് പാരന്റ് ടീച്ചർ മീറ്റിംഗ് കഴിയുന്നതുവരെ ഈ ഒരു ട്യൂഷൻ തുടരാമെന്ന് അവർ തമ്മിൽ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മീൻ കച്ചവടക്കാരനായിട്ടുള്ള ആ ഒരു യുവിൻ്റെ കടയിൽ മീനുകൾ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിൽ അടച്ചു വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഷോവാൻ കണ്ടു. ആ മീനുകൾ കവറിനുള്ളിൽ ശ്വാസം മുട്ടി കിടക്കുന്ന കണ്ടപ്പോൾ അവൾക്കെന്തോ ഒരു വല്ലാത്ത സങ്കടം തോന്നി. അവളങ്ങനെ ആ ഒരു മീനുകളെ മുഴുവനായിട്ട് തന്നെ വാങ്ങി. പക്ഷേ വീട്ടിലേക്ക് പോകുന്ന വഴി കവറുകളിൽ നിന്ന് വെള്ളം ചോരാനായി തുടങ്ങുകയും ബാഗ് മുഴുവൻ നനഞ്ഞതിനാൽ അവൾ ട്യൂഷനെത്താൻ അല്പം വൈകുകയും ചെയ്യുന്നുണ്ട്. മീനുകൾ ചത്തുപോകുമെന്ന പേടിയിൽ ലൂഷീഷ്യാവ് അവളെയും കൊണ്ട് നേരെ സ്കൂളിൻ്റെ ഉപയോഗശൂന്യമായ കെമിസ്ട്രി ലാബിലേക്ക് ഓടുകയാണ്. അവിടെയുള്ള ഗ്ലാസ് ബീക്കറുകളിൽ മീനുകളെ സുരക്ഷിതമായി മാറ്റാൻ അവർ തീരുമാനിച്ചു. മീനുകളെ മാറ്റുന്ന തിരക്കിലായിരുന്ന അവർ പെട്ടെന്ന് സെക്യൂരിറ്റിക്കാരൻ്റെ ശബ്ദം കേൾക്കുന്നതും പേടിച്ചു പോകുന്നുണ്ട്. സെക്യൂരിറ്റിക്കാരൻ ആ റൂമിലൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കറക്റ്റ് രണ്ടോടെ ഒളിച്ചിരിക്കുന്ന കാണുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അയാളുടെ കണ്ണിൽ പെടാതെ അയാളെ പിടി കൊടുക്കാതെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഓടുന്നുണ്ട്. എന്നാൽ ഓടുന്ന ടൈമിന് ഇവർ രണ്ടുപേരും ഒരു മതിലിൻ്റെ അവിടെ ഇങ്ങനെ എത്തി നിൽക്കുന്നുണ്ട്. ഇനി എസ്കേപ്പ് ആവണമെങ്കിൽ അവിടെയുള്ള വിൻഡോ വഴി താഴോട്ട് ചാടണം. അങ്ങനെ അത് തന്നെ മതിയെന്ന് എഴുതിയിട്ട് അതുവഴി ഷോവാൻ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ലൂഷീഷ്യ അങ്ങനെ പേടിയുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ നിന്നെ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് താഴെ ഇറങ്ങാൻ അവൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവളെ വിശ്വസിച്ച് അവ ഇറങ്ങുന്നതുകൊണ്ട് വീഴാൻ പോകുന്ന സമയത്ത് അവളാണെങ്കിൽ അവനെ പിടിക്കുന്നുണ്ട്.
ഒരു സെക്യൂരിറ്റിക്കാരൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ അയാളുടെ കണ്ണിൽ പെടാതെ രണ്ടുപേരും അവിടെ തന്നെ മറിഞ്ഞിരിക്കുകയാണ്. പിന്നീട് വീണ്ടും 2026 പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു ഓർമ്മകളൊക്കെ കൊണ്ട് തന്നെ ആ ഒരു സ്കൂൾ കാണാനായിട്ട് ലൂഷീഷി അങ്ങും സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൻ സ്കൂൾ മൊത്തം ഇങ്ങനെ കറങ്ങി നടന്ന് അവരുടെ ക്ലാസ് റൂമിൻ്റെ അവിടേക്ക് ഇങ്ങനെ എത്തുന്ന ടൈമിന് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഷോവാൻ അതുവഴി ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. എന്നാൽ രണ്ടുപേരും രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവൾ പോകുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അവനവിടെ നിൽക്കുന്നതും അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം ഡ്രാമ ഡിക്കോഡ് ഡയറീസ്.